അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ നിത്യവർണ്ണശലഭങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഈദ് അറബിന്റെ പ്രൗഢമായ വേദിയിൽ ഞാൻ നിങ്ങളോട് ഒരു കൊച്ചു കഥ പറയാം. ശ്രദ്ധിച്ചു കേൾക്കണേ. കുറച്ചു നേരം നിങ്ങളുടെ കണ്ണും കാതും ഇങ്ങോട്ട് തിരിക്കണേ. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരു വലിയ മഹാന്റെ കഥയാണിത്. എന്റെ കഥയുടെ പേര് ഹബീബിന് എന്ത് പറ്റി. അതാ ആ കഅബയുടെ പരിസരത്ത് ഒരു ആൾക്കൂട്ടം. അവിടെ ഒരു ഗംഭീര പ്രസംഗം നടക്കുകയാണ്. പ്രഭാഷകൻ ആരാണെന്നറിയാമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുസ്ലിങ്ങൾ വെറും 38 പേർ മാത്രമുള്ള സമയമാണിത്. മക്കയിലെ ഖുറൈശികളെ നന്മയിലേക്ക് ക്ഷണിക്കുകയാണ് സിദ്ദീഖ് തങ്ങൾ. പ്രസംഗം കേട്ട് കല്ലി മൂത്ത ശത്രുക്കളിലെ ഉത്തുബ എന്ന ദുഷ്ടൻ സിദ്ദീഖ് തങ്ങളുടെ മുഖത്ത് ആണി തയ്ച്ച ചെരുപ്പെടുത്ത് ആഞ്ഞടിച്ചു. അടിയുടെ ഊക്കിൽ സിദ്ദീഖ് തങ്ങൾ ബോധം കെട്ടി വീണു. വിശ്വാസത്തിന്റെ വെളിച്ചം ചൊലിച്ചു നിൽക്കുന്ന ആ സുന്ദരമായ മുഖം വികൃതമായി. എല്ലാവരും മരിച്ചുപോയെന്ന് കരുതി ഒറ്റവർ തങ്ങളൊരു വാരിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ഉമ്മയെയും ഉപ്പയെയും ഒക്കെ വിളിച്ചു നോക്കി. വിളി കേൾക്കുന്നേയില്ല. വൈകുന്നേരമായപ്പോൾ ബോധം തെളിഞ്ഞു. ഉടനെ ചോദിച്ചു, എന്റെ ഹബീബ് എവിടെ? എന്റെ ഹബീബിന് എന്ത് പറ്റി? ബേജാറോടെ നോക്കി നിൽക്കുന്ന കുടുംബക്കാർക്ക് അതത്ര രസിച്ചില്ല. നീ എന്തെങ്കിലും ഭക്ഷണം കഴിക്ക്, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. അവർ പലതും പറഞ്ഞു നോക്കി, പക്ഷെ മാറാൻ സമ്മതിച്ചില്ല. ഇല്ല, എന്റെ ഹബീബിനെ കാണാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല. അവസാനം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാറുൽ അർഖമിൽ സുരക്ഷിതരായി ഉണ്ടെന്ന വിവരം കിട്ടിയതോടെ അവർ തങ്ങളോരെ അങ്ങോട്ടെടുത്ത് കണ്ടുപോയി. എന്നിട്ട് അവിടുന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. എനിക്ക് ചെറിയ മുറി മാത്രമേ ഉള്ളൂ, തങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ? അതായിരുന്നു അപ്പോൾ മഹാന്റെ ചോദ്യം. നോക്കൂ കൂട്ടുകാരെ, സ്നേഹത്തിന്റെ കിതാബിൽ അത്യർഘം എഴുതി ചേർക്കാനാകാത്ത വിധം അലിഞ്ഞു ചേർന്ന ഹബീബിന്റെയും മെഹബൂബിന്റെയും ആ ജീവിതം എന്ത് സുന്ദരമായിരുന്നു. എൻ്റെ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? അവരെ പോലെ നമ്മുടെ ഹബീബിനെയും പ്രിയം വെക്കാൻ അല്ലാഹു തആല നമുക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.